അച്ഛാ, എന്താടാ നിന്റെ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു അച്ഛാ. ഞാൻ ദേ വന്നോണ്ടിരിക്കുക. എവിടെ എത്തി നീ? ഞാൻ ദേ ഇപ്പൊ എത്തും. 1/2 മണിക്കൂർ. എന്താ അച്ഛാ? ഒന്നുമില്ല, എവിടെ എത്തിന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. നീ വെച്ചോ. ശരി അച്ഛാ. ഇവിടുന്ന് വാളിന് തീ പിടിച്ച പോലെ അനീഷും ദേവികയും ചേർന്ന് നിന്നെ തിരക്കി ഇറങ്ങിയിട്ടുണ്ട്. ഏയ്, ഏയ്, താൻ എന്തി കാണിക്കുന്നത്? എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇങ്ങോട്ട് വാ. ഏയ്, പറയുന്ന കേക്ക്. താൻ എന്ത് പ്രാർത്ഥന കാണിക്കുന്നേ? ഇങ്ങോട്ട് വാ. എടോ, താൻ എന്ത് പണിയാ കാണിച്ചേ? താൻ ഇതിനെ കടലിലേക്ക് ഇറങ്ങിപ്പോയേ? എടോ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? താനെന്തിനാ കടലിലേക്ക് ഇറങ്ങിപ്പോയെന്ന്? ഇത് വലിയ കഷ്ടമായല്ലോ. മനുഷ്യന് മര്യാദയ്ക്ക് ചാകാനും സമ്മതിക്കില്ലേ? താനെന്ത് വിവരക്കേടാ കാണിക്കാൻ പോയത്? കണ്ടിട്ടൊരു കുഴപ്പമില്ലല്ലോ, കാണാനും ചന്തമുണ്ട്. എന്തിനാണ് വെറുതെ സ്രാവുകൾക്കും മീനുകൾക്കും തീറ്റയാവുന്നേ? താൻ എന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഞാനുള്ള കാര്യം തന്നെയാ പറഞ്ഞത്. 3-ാം പക്ക ഏതെങ്കിലും കരയിലടിയുമ്പോ മീനും സ്രാവും എല്ലാം കൊത്തി വലിച്ച് ഈ ബോഡിയാക്ക നാശകോശമാവും. കാണാൻ ഒരു മെനയും ഉണ്ടാവില്ല. താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തനിക്കിപ്പോ എന്താ വേണ്ടേ? താൻ തന്നെ പണി നോക്കി പോയേ. താൻ സത്യം പറ, എന്താ പ്രശ്നം? ഞാൻ എനിക്ക് തോന്നുന്നു പോലെ എന്താ ഇവിടെ ഒരു ബഹളം? സാറേ, ദാ ഈ കുട്ടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. ഞാനാ രക്ഷിച്ച് കരയിൽ കയറ്റിയെ. എന്നിട്ട് ഇതേ കുറ്റം മുഴുവൻ ഇപ്പൊ എന്റെ പുറത്താ. ഇയാള് പറഞ്ഞത് ശരിയാണോ? ചോദിച്ചിട്ടില്ലേ, ശരിയാണോ? ശരിയാണോന്ന്? അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടി എന്തിനാ ഈ നേരത്തെ തനിച്ചു വിടാൻ നിൽക്കുന്നേ? സാറ് ചോദിക്കണം സാർ. താൻ ആത്മഹത്യ ചെയ്യാനാണോ ഇവിടെ വന്നേ? എന്താ നിന്റെ പേര്? അഞ്ജിത. എവിടെ നിന്റെ വീട്? വെൺപാലവട്ടത്തിനടുത്ത. ഇയാള്? എന്റെ പേര് അഭിഷേക് എന്നാണ് സാർ. ബിസിനസ്സാണ്. എന്താ ഇവിടെ? ഞാൻ ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് ബിസിനസിന്റെ ആവശ്യമായിട്ട് ദുബായിലായിരുന്നു. മോർണിംഗ് നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്തിട്ട് കൊച്ചിയിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് ആക്സിഡന്റലി ഈ കുട്ടി കടലിലേക്ക് ഇറങ്ങിപ്പോന്ന് ഞാൻ കണ്ടത്. എന്തായാലും രണ്ടാളും സ്റ്റേഷനിലേക്ക് വരണം. സ്റ്റേഷനിലേക്കോ?
ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വരുന്നേ. ഈ പെൺകുട്ടിയെ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തി ഇയാളെ അവർക്കൊപ്പം അയക്കണം. തന്നോട് വരാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്ന് ഒരു റിപ്പോർട്ട് സ്റ്റേഷനിൽ എഴുതണം. അത് വായിച്ച് താൻ അതിൽ ഒപ്പിടണം. ഓക്കെ, വാ. ഞാൻ വരാം. ഞാൻ എൻ്റെ കാറിൽ വന്നോളാം. അവളെ കൊണ്ടുവരാം. എന്താ ഇഷ്യൂ? എന്റെ അനിയത്തെ കാണാനില്ല സാർ. മിസ്സിംഗ് ആണെന്ന് ഉറപ്പാണോ? ആത്മഹത്യ ചെയ്യുന്നൊരു കത്തെഴുതി വെച്ചിട്ട് അവള് പോയത്. എപ്പോഴാ കാണാതായത്? അത് ഒരു 2.5-3 മണിക്കൂറായിട്ടുണ്ടാവും. ആ കുട്ടി ഇങ്ങനെ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് വീട് വിടാൻ എന്താ കാരണം? അത് ശരി ശരി, നമുക്ക് അന്വേഷിക്കാം. ശരി സാർ. ആദ്യം വിശദമായിട്ട് ഒരു പരാതി എഴുതി കൊടുക്ക്. ദേവിക. ഒരു പരാതി എഴുതി വാങ്ങിച്ചോ. സാർ, അഞ്ജിതേ, മോള് മോള് നീ എന്താ അവിവേകം കാണിച്ചു? അഞ്ജിത വേണ്ട. മോളെ, ഞങ്ങൾ എന്തുമാത്രം ടെൻഷനിലായിരുന്നു അറിയോ നിനക്ക്? എവിടൊക്കെ തിരക്കിന്നറിയോ? കാണാതായപ്പോ പരാതി കൊടുക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? ഇവരോട് ഇങ്ങനെ പറഞ്ഞാ പോരാ. മനുഷ്യനാ. മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കുന്നോ? നിനക്ക് പോയി ചത്താ മതിയല്ലോ. പിന്നീട് അനുഭവിക്കുന്നത് ആൾക്കാരോട് ഉത്തരം പറയുന്നത് ഞങ്ങളാ. നിന്റെ ഞാൻ മനുഷ്യനാ വേണ്ട. ഏയ്, എന്താ ഇത്? പോലീസ് സ്റ്റേഷൻ വെച്ചാണോ കയ്യങ്ങളെ? സർ, പിടിച്ചാൽ സർ. ഇതാണ് സാറെ കാണാതെ പോയ എന്റെ അനിയത്തി. സങ്കടം കൂടെ തല്ലിപ്പോയതാ സാറേ. വേണ്ട സർ, അറിയാതെ പറ്റിപ്പോയത് ക്ഷമിക്കണം സർ. തല്ലാനും ദേഹോദരം ഏൽപ്പിക്കാനും ഇവിടെ ആർക്കും ലൈസൻസ് ഇല്ല. അനിയത്തിയായാലും ഭാര്യയായാലും മകളായാലും ദേഹത്ത് കൈവയ്ക്കുന്നത് ശിക്ഷാർഹമാണ്. ഓർമ്മ വേണം. കൺട്രോൾ യുവർ സെൽഫ്. ഈ കുട്ടി എവിടുന്നാ കിട്ടിയത്? വേളി കടപ്പുറത്തുന്ന സാറേ. ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഈ പയ്യനാ രക്ഷിച്ചത്. സ്റ്റേഷനിൽ എഴുതി വെപ്പിച്ചിട്ട് വിടാൻ വേണ്ടിയാ കൊണ്ടുവന്നേ. തക്ക സമയത്ത് ഞങ്ങളുടെ അനിയത്തെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ല, ഈ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ പ്രത്യേകിച്ച് എന്താ കാരണം? അതൊരു വിവാഹ പ്രശ്നമാണ്. കൂടുതൽ പറയുന്ന ഇവള് വിഷമിക്കും. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും കുട്ടിയെ സേഫായിട്ട് തിരികെ കിട്ടിയല്ലോ. ഞങ്ങൾ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ സർ. വേറെ പരാതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയിക്കോളൂ. കുട്ടി, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലുള്ള അബദ്ധം കാണിക്കരുത്. കേട്ടല്ലോ? എന്നാ ശരി, നിങ്ങൾ പോയിക്കോളൂ. മോളെ വാ.
യു സർ. താങ്ക് യു. ഇവിടെ തല്ലുകയല്ല, കൊല്ലുക വേണ്ടത്. അർഹതയില്ലാത്ത കല്യാണം നടത്താൻ വേണ്ടി കള്ളത്തരം കാണിച്ചോണ്ടല്ലേ അത് മുടങ്ങിപ്പോയത്. അതിന് നീ അമ്മയാ കാരണക്കാര്. നാണക്കേട് സ്വയം വരുത്തി വെച്ചിട്ട് അതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം. നീ ഞങ്ങളെ വെറുതെ വെള്ളം കുടിപ്പിച്ച് കളഞ്ഞല്ലോ അഞ്ജലി. നാട് മുഴുവൻ ഇവിടെ അന്വേഷിച്ച് നടന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരുങ്ങിയത് ഞാനും ദേവികയുവാ. മോളെ, ഒരു വിവാഹം മുടങ്ങിപ്പോയെന്ന് കരുതി നിന്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണോ? അല്ലല്ലോ. അത് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം മുടങ്ങിപ്പോയാ അതിനേക്കാൾ വലിയൊരു ബന്ധം ഇനിയും വരുമെന്ന ആത്മവിശ്വാസം നീ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അബദ്ധം കാണിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുകയല്ല വേണ്ടത്. ഇതിപ്പോ കൂനുമേൽ കുരുവെന്ന പോലെ നാണക്കേടിന്റെ പുറത്ത് നാണക്കേടായി. വേണ്ട വേണ്ട, എല്ലാരും നിർത്ത്. അവളാകെ മനസ്സ് തകർന്നു നിൽക്കുക. അതിനിടയ്ക്ക് എല്ലാവരും അവളെ ചീത്ത പറഞ്ഞാലോ? ഇനി ആരും അവളെ കുറ്റപ്പെടുത്തണ്ട. അവളുടെ മനസ്സൊന്ന് തണുക്കട്ടെ. മോളെ നീ അകത്ത് ചെല്ലേ. നിങ്ങളല്ലേ അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഇനി അവൾക്ക് വളം വെച്ച് കൊടുക്ക്. ഇനി ചാകണോന്ന് പറഞ്ഞ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അന്വേഷിച്ച് പോകാൻ എന്നെ വിളിക്കരുത്, കേട്ടല്ലോ? കാണിച്ചത് വലിയ മണ്ടത്തരായിപ്പോയി. കടലിലേക്ക് ചാടാൻ ഒരുങ്ങുമ്പോ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടെന്ന് നോക്കണ്ടേ? ദേവിക അനീഷം വരുമ്പോ നിന്നോട് കടലിലേക്ക് ചാടാൻ പറഞ്ഞല്ലേ? അതിനു മുമ്പ് എന്തിനാ നീ കടലിലോട്ട് ചാടിയേ? ഞാൻ കരുതിയത് വന്നത് അനീഷേണ്ണും ദേവിക ചേച്ചി ആയിരിക്കും. കഷ്ടം, ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതായി പോയല്ലോ നിനക്ക്. ഇനി അമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തിക്കോ. എല്ലാവർക്കും തൃപ്തിയാവട്ടെ. എടി, നീ ഒന്ന് സമാധാനിക്കേ. എന്റെ മനസ്സിൽ വേറൊരു പദ്ധതി ഉണ്ട്. എന്ത് പദ്ധതി? നിന്റെ ജീവിതം കുളം തോണ്ടിയതിന് ദേവികയും ഗോപികയും ഞാനൊരു പാഠം പഠിപ്പിക്കും. എങ്ങനെ? ഭദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ സഹായത്തോടെ ദേവികയുടെയും ഗോപികയുടെയും ജീവിതം ഞാനൊരു നാടകമാക്കി മാറ്റും. മോളിതുവരെയൊന്നും കഴിച്ചില്ലല്ലോ. ദേ ഇത് കഴിക്കേ. എനിക്ക് ആരുടെ ഒരു സിമ്പതിയും വേണ്ട, കൊണ്ടുപോ. മോളെ നീ ഫുഡ് കഴിക്കേ. കൊണ്ടുപോവാനല്ലേ പറഞ്ഞ? കൊണ്ടുപോ. അഞ്ചതേ അന്നം ദൈവമാണ്. അത് തട്ടിയെറിഞ്ഞത് മഹാപാപവും. എന്നോടും ഗോപികയോടുള്ള ദേഷ്യം നീ ആഹാരത്തിനോട് കാണിക്കണ്ട.
ഭദ്ര സുഖാണോ? സുഖൂരമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദേവിയെ കെട്ടിച്ചേരെന്നും പറഞ്ഞ് കുറെ കാശടിച്ച് മാറ്റിയിട്ട് കാലി മാറിയവരല്ലേ നിങ്ങള്? നിങ്ങൾ ഇപ്പൊ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കാര്യമുണ്ട്. എന്നാ അത് പറ. നാട്ടിലെ ഋഷിന്നൊരുത്തൻ ഗോപികയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അറിയാം. അവനാ സ്വർണ്ണമ്മയുടെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ദേവികയെ സഹായിച്ചത്. അങ്ങനെ സഹായിച്ച് അവനിപ്പോ ഗോപികയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഓ, അവൻ ഗോപിയെ കെട്ടിയോ? ഓ, അതൊക്കെ വലിയ കഥയാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം പറഞ്ഞു വന്നത് പൂർത്തിയാക്കട്ടെ. നിന്നെ ജയിലിലാക്കാൻ വേണ്ടി ഈ ദേവികയ്ക്ക് ധൈര്യം കൊടുത്തത് അവനാ. അവൻ കൊടുത്ത പിൻബലത്തിലാ ഭദ്രനെ അവൾ ജയിലിൽ കിടത്തിയത്. നിങ്ങൾ ഈ പറഞ്ഞൊക്കെ സത്യമാണോ? അയ്യോ, ഞാനെന്തിനു കള്ളം പറയണം? പറഞ്ഞതൊക്കെ 100% സത്യ. ഇങ്ങനൊരാളില്ലെങ്കിൽ ദേവിക ചേച്ചിക്ക് ഭദ്രേട്ടനെ എങ്ങനെ ജയിലിലാക്കാൻ പറ്റും? ഭദ്രേട്ടൻ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെ, ഋഷി അവനിപ്പോ എവിടെ ഉണ്ട്? അയാൾ ഈ സിറ്റി തന്നെയുണ്ട്. നിങ്ങൾ അവനെ എനിക്കൊന്ന് കാണിച്ച. എന്നെ ജയിലിൽ കിടത്തിയ അവൻ ഇനി അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. അവന്റെ ജീവിതം ഞാൻ താറുമാറാക്കും. അവന്റെ ഫോട്ടോ മതിയോ? മതി. ഇപ്പൊ തരാം. അല്ല, അതൊക്കെ പോട്ടെ. എന്റെ ദേവുട്ടിപ്പ് എങ്ങനെയുണ്ട്? എന്തു പറയാനാ, അവളെ ഇപ്പൊ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അഹങ്കാരത്തില് ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ. അവളിപ്പോ അങ്ങനെ ചുറ്റി തിരിയട്ടെ. പക്ഷേ അധികം വൈകാതെ തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. എന്താ സിദ്ധു ഇത്? നീ കസര ഇരുതേ. നോക്കിക്കോട്ടെ മാമ. അബി, ഇതുപോലൊരു ടോയ് എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണാനില്ല. ഈ ടോയ് എനിക്ക് തരുമോ? അയ്യോ, ഇത് ടോയ് ഒന്നുമല്ല ഏട്ടാ. പിന്നെ ഇത് പെൻഡ്രൈവാ. എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. കുട്ടാ, ആ മോനെ. എന്താ ചെറിയ അല്ല മോനെ, ഇതുപോലൊരു ടോയ് മോന്റെ കയ്യിലുണ്ടായിരുന്നു മോൻ പറഞ്ഞില്ലേ? ഉണ്ടായിരുന്നു. അതിപ്പോ എവിടെ പോയി? അതെവിടെ പോയി? അതല്ലേ ചെറിയ നിന്നോട് ചോദിക്കുന്നേ, അതിപ്പോ എവിടെ പോയിന്ന്? അതെവിടെ പോയേ?